ലഹരിവിരുദ്ധ കായികക്ഷമതാ ക്യാമ്പയിന്റെ ഭാഗമായി കായികമന്ത്രി അബ്ദുറഹ്മാൻ നയിച്ച വാക്കത്തോണിൽ ആലപ്പുഴ ജില്ലയിൽ പങ്കെടുത്തത് ആയിരങ്ങൾ. കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിൽ രാസലഹരിക്കെതിരെ കേരളത്തിലെ ജനതയെ ഒരുമിപ്പിച്ചുകൊണ്ട് ഓരോ കേന്ദ്രങ്ങളിലും നടക്കുന്ന പരിപാടി ശനിയാഴ്ച ആലപ്പുഴ ജില്ലയിൽ പര്യടനം നടത്തി. EMS സ്റ്റേഡിയത്തിൽ നിന്നും ആരംഭിച്ച വാക്കത്തോണിൽ ആയിരങ്ങളാണ് അണിനിരുന്നത്. കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന രാസലഹരിക്കെതിരെയുള്ള പോരാട്ടമാണ് കേരള സർക്കാർ ഏറ്റെടുത്തിരിക്കുന്നതെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. വിദ്യാഭ്യാസ വകുപ്പ്, കായിക വകുപ്പ്, പോലീസ്, എക്സൈസ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തുടങ്ങിയ വകുപ്പുകൾ സംയുക്തമായാണ് ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിന് നേതൃത്വം നൽകുന്നത്. കൂടുതൽ ചെറുപ്പക്കാരെ കളിക്കളങ്ങളിലേക്ക് ആകർഷിക്കുക എന്നതാണ് സന്ദേശയാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. പോലീസും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റും തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും വകുപ്പും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ വകുപ്പും കായിക വകുപ്പും എല്ലാം സംയുക്തമാണ് കേരളം നേരിടുന്ന ഈ പ്രശ്നത്തെ നേരിടാൻ ഒന്നിച്ച് അണിനിരന്നിട്ടുള്ളത്. കാസർഗോഡ് നിന്നും ആരംഭിച്ച ഈ സന്ദേശയാത്രയിൽ ആയിരക്കണക്കിന് ആളുകളാണ് പങ്കാളികളായത്. ഞങ്ങൾ കടന്നു വരുന്ന ഓരോ ഗ്രാമത്തിലും അതിൽ ഭൂരിപക്ഷം ഗ്രാമങ്ങളും ലഹരിമുക്ത ഗ്രാമങ്ങളായി കാണാൻ ഞങ്ങൾക്ക് കഴിയും. പ്രകാരം നമ്മൾ ആരംഭിച്ച ഈ കായിക വകുപ്പിൻ്റെ നേതൃത്വത്തിലുള്ള ഈ സന്ദേശയാത്ര ആഗ്രഹിക്കുന്നത് കൂടുതൽ ചെറുപ്പക്കാരെ കളിക്കളങ്ങളിലേക്ക് ആകർഷിക്കുക എന്നുള്ളതാണ്. നമ്മുടെ വിദ്യാലയങ്ങളിലും കോളേജുകളിലൊക്കെ തന്നെ കായിക പ്രവർത്തനങ്ങൾ സജീവമാക്കുക. സംസ്ഥാനത്തെ പഞ്ചായത്ത് തലത്തിലുള്ള പഞ്ചായത്ത് സ്പോർട്സ് കൗൺസിലുകളെ കായിക പ്രവർത്തനങ്ങൾക്ക് സജീവമാക്കുക. ഓരോ ജില്ലയിലും ഏറ്റവും പ്രധാനപ്പെട്ട പഞ്ചായത്തുകൾ സന്ദർശിച്ചുകൊണ്ട് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തി വരികയാണ്. ഇന്ന് ആലപ്പുഴയിൽ വിരോചിതമായ സ്വീകരണമാണ് ബഹുമാനപ്പെട്ട MLA-മാരുടെയും കലക്ടർ, SP അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ ലഭ്യമായത്. ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി അതിന് നേതൃത്വം നൽകി എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷമുള്ള കാര്യമാണ്. ഇന്ന് എന്നോടൊപ്പമുള്ള സ്പോർട്സ് കൗൺസിലിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ, പ്രസിഡന്റ് അടക്കമുള്ള എല്ലാവരും ഞങ്ങളെ സ്വീകരിക്കാനും ഈ സന്ദേശം കൈമാറാനും സായിയുടെ അടക്കം കിഷോർ അടക്കമുള്ള എല്ലാവരും ഒന്നിച്ചു നിന്നു എന്നുള്ളതിൽ സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു.